മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് വിജയരാഘവൻ. വർഷങ്ങളായി മലയാള സിനിമയിൽ തുടരുന്ന അദ്ദേഹം നിരവധി ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഈ കാലത്തിനിടയിൽ പലതരത്തിലുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്തു ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പൂക്കാലം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡ് വിജയരാഘവനെ തേടിയെത്തിയിരുന്നു. 2000ത്തിന്റെ തുടക്കത്തിൽ തനിക്ക് നായകനാകണ്ട എന്ന് പറഞ്ഞ് സിനിമയിൽ നിന്നും വിട്ടുനിന്നെന്ന് വിജയരാഘവൻ പറയുന്നു. ഒരുപോലെയുള്ള കഥകളും കഥാപാത്രങ്ങളും മാത്രം വന്നതുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തനിക്ക് സിനിമയിൽ സ്റ്റാർ ആകാൻ താല്പര്യമില്ലെന്നും നല്ല നടനാകാനാണ് താല്പര്യമെന്നും വിജയരാഘവൻ പറയുന്നു. ഫിലിം ബിറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് അദ്ദേഹം. നായകനാകാൻ വയ്യാത്തതുകൊണ്ടാണ് 2000ത്തിൽ സിനിമയിൽ അഭിനയിക്കുന്നത് ഞാൻ നിർത്തിയിരുന്നു. കുറെ സിനിമകൾ ഒരുപോലെ തന്നെ ആയപ്പോൾ എനിക്ക് മടുക്കാൻ തുടങ്ങിയിരുന്നു. എന്നെയൊക്കെ വിളിക്കുന്ന സിനിമകൾക്ക് ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. 8 ഫൈറ്റ് അല്ലെങ്കിൽ 9 ഫൈറ്റ്, അതിനകത്തൊരു കാമുകി കാണും, അച്ഛൻ കാണും, പാട്ടുണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള കഥകളായിരുന്നു. പിന്നെ മലബാറിലൊക്കെ എന്നെ വിളിക്കും. അത് ഫൈറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ അത് കൂലിപ്പണിക്ക് ഇറങ്ങുന്നത് പോലെയായി. ഒരു ആക്ടർ എന്നുള്ളത് നഷ്ടപ്പെടും. നമുക്ക് തന്നെ വൈകുന്നേരമാകുമ്പോൾ തോന്നും എന്തിനാ ഈ പണിക്ക് ഇറങ്ങുന്നത് എന്ന്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. എനിക്ക് എല്ലാവർക്കും അങ്ങനെ അവഗണനയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നടനാകുക എന്നതാണ് പ്രധാന കാര്യം, അതല്ലാതെ ഒരു തരം ആകുക എന്നല്ല, വിജയരാഘവൻ പറഞ്ഞു.